എന്തായാലും ഈ ഹാൻഡിൽ ബാർ റൈസർ വെച്ചതിന് ശേഷം ഞാൻ വലിയൊരു ലോങ് റൈഡൊന്നും ചെയ്തില്ല. അങ്ങനെ ലോങ് റൈഡ് ചെയ്യുന്നതിന് മുമ്പ് സീറ്റും കൂടെ ഒന്ന് സ്റ്റഫ് ചെയ്യേണ്ടതുണ്ട്. സീറ്റിൽ ആ ഒരു മോഡിഫിക്കേഷനും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. 6 ഇടത്തൊക്കെ ഒരു കണ്ടീഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല, ചെറിയൊരു എഞ്ചിൻ നോക്കിങ് ഫീൽ ചെയ്യുമായിരുന്നു. ഞാനങ്ങനെ നോക്ക് ചെയ്യുന്നേരെ ഒരു ഇത് കൊടുക്കത്തില്ല, എഞ്ചിൻ ആ സ്ട്രെയിൻ കൊടുക്കത്തില്ല. അതിന് മുമ്പ് ഞാൻ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് 5th ഗിയർ വരെ മതി ഇവിടുത്തെ റോഡ്സിൽ എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ ആയിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു സിന്തറ്റിക് ഓയിലാണ്. സാധാരണ യമലൂബിൻ്റെ ഓയിലെന്ന് പറയുന്നതിനേക്കാളും അതുകൊണ്ട് 700 റുപ്പീസാണ് കോസ്റ്റ്. പക്ഷേ ഇതിന് 1200 ഇരട്ടി വിലയാണ്. നമസ്കാരം, അമൃതാണ്. ഒരു തല കാണുന്നുണ്ട്. സോ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് 1000 കിലോമീറ്റേഴ്സ് യൂസർ എക്സ്പീരിയൻസ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് തന്നെ ഈ ഹാൻഡിൽ ബാർ മാറിയതിന് ശേഷം ബോട്ടം ഔട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ചെറുതായിട്ട് ബാക്ക് സസ്പെൻഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക് തന്നെ സസ്പെൻഷൻ ഇപ്പോൾ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. നന്നായിട്ട് ഇൻ ദ സെൻസ് ബാക്കിലാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫുൾ ലോഡ് വരുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു കംഫർട്ടും ഒരു സോഫ്റ്റ് സസ്പെൻഷൻ ഫീലും ഒക്കെ ഉണ്ട്. സോ ഇപ്പോൾ 1000 കിലോമീറ്ററിൽ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഇതിൻ്റെ റേഡിയേറ്ററിന് ചെറിയൊരു ഇഷ്യൂ വന്നായിരുന്നു. അത് പിന്നെ ഫിക്സ് ചെയ്തു. സസ്പെൻഷൻ നല്ല സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 1000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ഞാൻ ഈ വണ്ടിയിൽ വരുത്തി എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ അതിനകത്ത് ലിങ്ക് കൊടുത്തേക്കാം. ഫസ്റ്റ് സർവീസിൽ ഓയിൽ ചേഞ്ചാണ് മെയിൻ. ഓയിൽ ചേഞ്ച് ഞാനിപ്പോൾ GT എന്ന് പറഞ്ഞ ഇവരുടെ ഒരു വേർഷൻ ഓയിലുണ്ട്. അത് അതിൻ്റെ പേര് ഒരു സിന്തറ്റിക് ഓയിലാണ്. സാധാരണ യമലൂബിൻ്റെ ഓയിലെന്ന് പറയുന്നതിനേക്കാളും അതുകൊണ്ട് 700 റുപ്പീസാണ് കോസ്റ്റ്. പക്ഷേ ഇതിന് 1200 ഇരട്ടി വിലയാണ്. അപ്പോൾ അത്രയും നമ്മൾ ഇരട്ടി പേ ചെയ്യുന്നതിൻ്റേതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അത് എൻജിൻ സ്മൂത്ത്നെസ്സിലും അതുപോലെ ഫ്രിക്ഷൻ ബേസ്റ്റ് ചെയ്യുന്നതിലും ഒക്കെ അതൊരു പെർഫോമൻസിൽ കിട്ടും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ഡിഫറൻസ് ഉണ്ട്. എൻജിൻ ഭയങ്കര സ്മൂത്തായി. അല്ലാതെ തന്നെ എൻജിൻ നല്ല സ്മൂത്താണ്. അതിനോടൊപ്പം കുറച്ചും കൂടെ ആ ഒരു സിന്തറ്റിക് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യുന്നതിൻ്റേതായിട്ടുള്ളൊരു ശരിക്കും സ്പോർട്ടി കൈൻഡ് ഓഫ് എൻജിൻസിന് യൂസ് ചെയ്യുന്ന ഓയിലാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് അധികം അങ്ങോട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല. അതായത് നേരത്തെ ഞാനിങ്ങനെ കറക്റ്റ് ഗിയേഴ്സിലാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ 5-6 ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വിധമുള്ള റോഡ്സിലൊക്കെ ഇതിപ്പോൾ എൻ്റെ നാട്ടിലുള്ള ലോക്കൽ റോഡിലാണ്. ഇവിടെ പോലും എനിക്ക് 5-6 ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. നേരത്തെ ഞാൻ 6 ഇടത്തില്ലായിരുന്നു. 6 ഇടത്തൊക്കെ ഒരു കണ്ടീഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല, ചെറിയൊരു എഞ്ചിൻ നോക്കിങ് ഫീൽ ചെയ്യുമായിരുന്നു. ഞാനങ്ങനെ നോക്ക് ചെയ്യുന്നേരെ ഒരു ഇത് കൊടുക്കത്തില്ല, എഞ്ചിൻ ആ സ്ട്രെയിൻ കൊടുക്കത്തില്ല. അതിന് മുമ്പേ ഞാൻ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് 5th ഗിയർ വരെ മതി ഇവിടുത്തെ റോഡ്സിൽ എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ ആയിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ 5th ഗിയറിൽ ഇങ്ങനെ നോർമലി ക്രൂസ് ചെയ്യുക, അതായത് ഒരു 35 to 40, 45, 50 അറൗണ്ട് വരെ 5th ഗിയറിൽ ഇങ്ങനെ ക്രൂസ് ചെയ്യുക. എന്നിട്ടൊരു 60 കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മീൻസ് ഒരു സ്പീഡ് എടുക്കാൻ പറ്റുന്ന ഇവിടെ നിന്ന് ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് നല്ല ക്ലിയർ റോഡാണ്. റോഡൊക്കെ ഇപ്പോൾ അത്യാവശ്യം എല്ലായിടത്തും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിലെ റോഡ് എന്തായാലും നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 1.5-2 വർഷത്തോളം ദുരിതം അനുഭവിച്ചതാണ്. പക്ഷേ എങ്കിലും ഇപ്പോൾ മാറിയിട്ടുണ്ട്. അത് ജനങ്ങൾ ഇറങ്ങി പച്ചയ്ക്ക് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി പണി കിട്ടും എന്നുള്ളത്. ഇലക്ഷനിൽ പണി കൊടുത്തിട്ടുമുണ്ട്. സോ അതവിടെ ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ഞാൻ 6th ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അങ്ങോട്ട് തിരിയുന്നു. ആർച്ച് ചെയ്ത് എടുക്കാൻ നോക്കുക പുള്ളി. ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് റൈറ്റിലോട്ട് പിടിക്കുക വണ്ടി. പുള്ളിക്ക് അവിടെ ആർച്ചായിട്ട് എടുക്കണം. അവിടെ ചെറിയ ഇടവഴിയാണ്. അപ്പോൾ അതുകൊണ്ട് ഓക്കെ ഫൈൻ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഓയിൽ മാറിയതിനു ശേഷം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. മെയിൻ അഡ്വാൻറ്റേജ് ഒത്തിരി ഒന്ന് വണ്ടി ഓടിക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ 5-6 ഇങ്ങനെ മാറി മാറി ഓടിച്ചാൽ മതി. എന്നാലും നല്ല സ്ലോയിൽ ക്രൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ 6th ഇട്ടിട്ട് ഞാനൊരു 60 അബവ് ക്രോസ് ചെയ്തിട്ടില്ല. 60ക്ക് അകം വെച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് വണ്ടി. നല്ല സ്മൂത്താണ്, എൻജിന് നോക്കിംഗ് ഒന്നുമില്ല. അതാണ് ഈ ഒരു ഓയിലിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. സോ നിങ്ങളും XSR യൂസർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. വില കൂടുതലാണ്, ഇരട്ടി വില കൊടുക്കുമ്പോഴത്തേക്ക് പലരും വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനിൽ വരും. ബട്ട് അങ്ങനെ ഇരട്ടി പേ ചെയ്യുന്നത് കൊണ്ട് വർത്താണ്.
അപ്പോൾ എനിക്ക് ഫസ്റ്റ് സർവീസിൽ ടോട്ടലായത് ഓയിൽ ചേഞ്ചും പിന്നെ ഓയിൽ ഫിൽറ്റർ ഇതെല്ലാം കൂടെ ഈ ഓയിലിൻ്റെ വില 1200. പിന്നെ വേറെ ലേബറൊന്നും ഇല്ല. ഫസ്റ്റ് 3 സർവീസസ് ലേബർ കോസ്റ്റ് ഇല്ലല്ലോ. പിന്നെ എന്തൊന്ന് മാറി, എല്ലാം കൂടെ 2000 സംതിങ് വന്നായിരുന്നു. അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ബില്ല് നോക്കിയിട്ട് പറയാം. വേറെ ലേബർ കോസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ എന്തൊക്കെയാണ് മാറിയത്? പിന്നെ വാട്ടർ സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ടായിരിക്കാം ഇത്രയും കോസ്റ്റ് ആയത്. CPI കയറ്റം തന്നെ ഞാൻ 4th കയറിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു നോക്കിങ് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ 3rd നല്ല കയറ്റമായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് റിവ്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ 6th ഗിയറിൽ വേണമെങ്കിൽ ഒന്ന് കയറി വരും. പക്ഷെ അത്രയും സ്പീഡ് എടുത്ത് കയറണം. പിന്നെ അവിടെ ഒരു നല്ല കർവാണ്, ഒരു ആക്സിഡൻറ്റ് പ്രോൺ ഏരിയയാണ്. അതുകൊണ്ട് എപ്പോഴും അവിടെ എത്തുമ്പോൾ നമ്മളൊന്ന് കോൺഷ്യസ് ആവും, കെയർഫുള്ളായിട്ട് റൈഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഹാൻഡിൽ ബാർ റൈസർ വെച്ചതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ശരിക്കും ഈ റൈസർ വെച്ചതിന് ശേഷമുള്ളൊരു ഡിസ്കംഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, യമഹ പോലെ ഗംഭീര R&Dയും പരിപാടിയൊക്കെ ചെയ്തിട്ട് അവരൊരു വണ്ടി അതിനൊരു പ്രോപ്പർ എർഗണോമിക്സ് വെച്ച് അവർ കമ്പനി ഇറക്കുന്നതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഡിസൈനിൽ അല്ലെങ്കിൽ ആ ഒരു ഹാൻഡിൽ ബാർ മാറുമ്പോഴത്തേക്ക് ആ എർഗണോമിക്സ് ഫുള്ളൊന്ന് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു ആൾട്രേഷൻസ് വണ്ടിയിൽ വരുത്തിയിട്ടുണ്ട്. ഒന്ന്, ഈ ഗിയർ ഷിഫ്റ്റിങ് സ്ലൈറ്റ്ലി ഒന്ന് താഴോട്ടാക്കി. അപ്പോൾ കുറച്ചും കൂടെ ആ ഒരു അപ്രൈറ്റ് പോസ്റ്ററിൽ ഇരുന്നുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് വരുന്നില്ല. പ്രീവിയസ്ലി ഇരുന്ന സെറ്റിങ് വെച്ചിട്ട് കുറച്ച് ഡിസ്കംഫർട്ട് എനിക്ക് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതിൽ ഫീൽ ചെയ്തിരുന്നു. പിന്നെ മെയിനായിട്ട് സസ്പെൻഷൻ നല്ല സോഫ്റ്റായി. അത് ഞങ്ങൾ രണ്ടാളും നല്ല വെയിറ്റ് ഉണ്ട്. എൻ്റെ ഇരിക്കുന്ന ഫ്രണ്ടിലോട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ അപ്രൈറ്റ് ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ ബോഡി വെയിറ്റ് ഫുള്ള് ബാക്ക് സസ്പെൻഷനിലാണ് ലോഡാവുന്നത്. ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ആകുമ്പോഴത്തേക്ക് ബാക്ക് സസ്പെൻഷൻ നന്നായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആ സ്റ്റിഫ് സസ്പെൻഷനിൽ നിന്ന് ബാക്കിലത്തെ സസ്പെൻഷൻ കുറച്ചൊന്ന് സോഫ്റ്റർ സൈഡിലോട്ട് മാറിയിട്ടുണ്ട്, ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. പിന്നെ ഞാൻ റൗണ്ട് മിറേഴ്സ് പറഞ്ഞിരുന്നു. ഒരു യമഹ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ നൊസ്റ്റാൾജി എപ്പോഴും ആ റൗണ്ട് മിറേഴ്സാണ്. അതിൻ്റെ കംപ്ലീറ്റ് പ്രൊഫൈൽ തന്നെ റൗണ്ടാണ്. പക്ഷേ ഈ വാഹനത്തിൻ്റെ പ്രൊഫൈലിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. റൗണ്ട് ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മിറേഴ്സ് ഒരു കമ്പനി തരുന്ന ഒരു സുഖമില്ലാത്ത മിററാണ്. ഞാൻ അതുകൊണ്ട് എടുത്ത് മാറ്റി ഇപ്പോൾ റൗണ്ട് മിറേഴ്സാണ് വെച്ചാൽ. ഈ റൗണ്ട് മിറേഴ്സ് വെച്ചതിന് ശേഷമുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു വൈബ്രേഷൻ, ഒരു തരി വൈബ്രേഷൻ ഇല്ല. മറ്റേതിൽ ചെറിയൊരു വൈബ്രേഷൻ നമ്മളൊരു VVA ഒക്കെ കിക്കാവുന്ന സമയത്ത് ഒരു 7000 RPM വരുമ്പോഴത്തേക്ക് ചെറിയൊരു വൈബ്രേഷൻ ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. അത് മിറേഴ്സിൽ അറിയാനും പറ്റുന്നുണ്ട്. വ്യൂവിങ്ങിൽ ഡിസ്റ്റർബൻസ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മിറർ ആയതിനു ശേഷം അങ്ങനെയുള്ള ഒരു ഡിസ്കംഫേർട്ടും ഇല്ല. മെയിനായിട്ട് ഹാൻഡ് ബാർ റൈസർ വെച്ചതിന് ശേഷമുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നല്ല സ്ലോ സ്പീഡിൽ ക്രൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നേരത്തെ ആ ഒരു അഗ്രസീവ് പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് റൈഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഒന്ന് നമുക്ക് ആ കൈയിൽ പെയിൻ വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡെസ്റ്റിനേഷൻ എത്താനുള്ളൊരു വ്യഗ്രത കൂട്ടും. അപ്പോൾ അത് വരുന്നില്ല. വളരെ റിലാക്സ്ഡ് ആയിട്ട് ഞാനിപ്പോൾ 6th ഗിയറിൽ ഒരു ബിലോ 4000 RPM നോക്കിംഗ് ഒന്നും വരുന്നില്ല എൻജിനിൽ. അവിടെയാണ് ആ ഓയിൽ ചേഞ്ച് ചെയ്തതിൻ്റെ ഒരു ഡിഫറൻസ് ആണത്. 40 കിലോമീറ്റർ സ്പീഡിൽ താഴെയാണ് ഞാൻ ഇപ്പോൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നോക്കിങ്ങും ഇല്ല. വളരെ സ്ലോലി നമുക്കിങ്ങനെ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതൊരു ഞാൻ ശരിക്കും ബുള്ളറ്റിൽ ഇങ്ങനെയാണ് ക്രൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സാധനം മിസ് ചെയ്യുന്നില്ല. ആ ഒരു സെയിം റൈഡിങ് സ്റ്റൈൽ എനിക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അതൊക്കെയായിരുന്നു എൻ്റെ ഒരു കൺസേൺ. ഒന്ന് ഇത്രയും ലൈറ്റായിട്ടുള്ള വണ്ടി, പക്ഷെ അത് നമ്മൾ രണ്ടാളും കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വെയിറ്റൊക്കെ വലിയ കുഴപ്പമില്ല. ഇനി സീറ്റിൽ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട്. ഞാൻ ആലോചിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, വീഡിയോ കാണുന്ന XSR യൂസേഴ്സ് എന്തെങ്കിലും സീറ്റിൻ്റെ ഡയമെൻഷനിലോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടത് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ, മീൻസ് ലോങ് റൈഡിനൊക്കെ നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, കമൻറ്റായി ഷെയർ ചെയ്യുക. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ഉള്ള തന്നെ ഒരു ക്രൂസർ സീറ്റ് വരുന്നുണ്ടല്ലോ, അതിലോട്ട് അപ്ഗ്രേഡ് ചെയ്താലും കുറച്ച് ബെറ്റർ ആണെന്നൊക്കെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. കാരണം അതിൻ്റെ പില്ലിയനിൽ കുറച്ചും കൂടെ പാഡഡ് ആണ്. മാത്രമല്ല അതിൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണെന്നാണ് ഞാനിങ്ങനെ അതിൻ്റെ ആരും റിവ്യൂ ഒന്നും കണ്ടില്ല. പക്ഷെ എങ്കിലും പൊതുവെ കമ്പനി പറയുന്നത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ് ആണെന്നാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സീറ്റിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നത് ഒരു നല്ല ഓപ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് വെറുതെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എവിടെയെങ്കിലും ലോങ് റൈഡ് ചെയ്യുന്ന സമയത്ത് ആ സീറ്റ് എടുത്ത് വയ്ക്കുക, അല്ലാത്ത സമയത്ത് ഈ സീറ്റ് വെച്ച് യൂസ് ചെയ്യുക.
മീൻസ് ഷോർട്ട് റൈഡ്സിനൊക്കെ ഈ സീറ്റ് യൂസ് ചെയ്യും, ലോങ് റൈഡ്സിനൊക്കെ ആ സീറ്റ് യൂസ് ചെയ്യും, അങ്ങനെ വേണമെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യും. ഇപ്പം ഞാനും പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ആദ്യം എന്തായാലും സീറ്റിലൊരു കൺവേർഷൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. സീറ്റ് എന്തായാലും ഫ്രണ്ടിൽ, ഞാനിപ്പോൾ ഇരിക്കുന്ന കുറച്ച് ഫ്രണ്ടിലോട്ടാണ്, അപ്പോൾ ആ ഒരു ഏരിയ കുറച്ചും കൂടെ ഒന്ന് പാഡ് ചെയ്ത് ജെല്ലൊക്കെ വെച്ചൊന്ന് പാഡ് ചെയ്തെടുത്തിട്ട് ജെല്ല് വെച്ചൊന്ന് സ്റ്റഫ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനുണ്ട്. പിന്നെ ബാക്ക് സീറ്റും കുറച്ചും കൂടെ ഒന്ന് പാഡ് ചെയ്യണമെന്നുണ്ട്, അപ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഗ്രാബ് റെയിൽ ഇതുവരെ ഞാൻ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടില്ല, അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് എനിക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് പിടിച്ചിരിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്ക് സപ്പോർട്ടൊന്നും അതിനില്ല. അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്തൊരു ബാക്ക് സപ്പോർട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ അതിനും സാധ്യതയൊന്നും കാണുന്നില്ല. കാരണം ഞാൻ കണ്ടെടുത്തോളം നമ്മുടെ ഇതിൻ്റെ തന്നെ ഒരു സ്ട്രീറ്റ് ബൈക്ക് ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്തോ MT-15 വരുന്ന സെയിം ഗ്രാബ് റെയിലാണ് ഇതിലും വരുന്നതെന്നാണ് എനിക്ക് കണ്ടിട്ട് പിക്ചർ കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വാഹനത്തിലെ മെയിൻ കൺസേൺ ഞാൻ ഈ പറഞ്ഞ കണക്ക് ലോങ് റൈഡ്സിൽ എൽബോയിലും അതുപോലെ റിസ്റ്റിലൊക്കെ ഉള്ള ഒരു പെയിൻ ഉണ്ടായിരുന്നു. ഞാൻ 2 മണിക്കൂർ കണ്ടിന്യൂസ് റൈഡ് ചെയ്തപ്പോൾ എനിക്കതൊരു ഡിസ്കംഫർട്ടായിട്ട് തന്നെ തോന്നിയായിരുന്നു. സോ അതൊരു മെയിൻ കൺസേൺ ആയിരുന്നു, അത് ഫിക്സ് ചെയ്തു. എന്തായാലും ഈ ഹാൻഡിൽ ബാർ റൈസർ വെച്ചതിന് ശേഷം ഞാൻ വലിയൊരു ലോങ് റൈഡൊന്നും ചെയ്തില്ല. അങ്ങനെ ലോങ് റൈഡ് ചെയ്യുന്നതിന് മുമ്പ് സീറ്റും കൂടെ ഒന്ന് സ്റ്റഫ് ചെയ്യേണ്ടതുണ്ട്. സീറ്റിൽ ആ ഒരു മോഡിഫിക്കേഷനും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. XSR യൂസേഴ്സിന് എന്തെങ്കിലും ഐഡിയാസ് ഷെയർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻ്റായിട്ടൊന്ന് ഷെയർ ചെയ്യുക. എൻ്റെ നാടാണ്, സൂപ്പർ വ്യൂ ആണ്. വർക്കലയുടെ സദേൺ പാർട്ടിൽ വരുന്നൊരു സ്ഥലമാണ്. ഞങ്ങളിവിടെ സൗത്ത് വർക്കല എന്നാണ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. വർക്കല എന്നാണ് സ്ഥലത്തിൻ്റെ പേരെങ്കിലും നമ്മൾ ഈ ഗോവയിൽ നിയർ ബൈ ഡെസ്റ്റിനേഷൻസ് എല്ലാം ഗോവ എന്നാണല്ലോ അറിയപ്പെടുന്നത്. ഗോവയിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളെല്ലാം പ്രോപ്പർ ഗോവയിലല്ല, കുറച്ച് വിട്ടിട്ടാണ്. അപ്പോൾ ഞങ്ങളും ഇവിടെ വർക്കലയിൽ നിന്ന് ബാക്ക് വാട്ടേഴ്സ് ഏറ്റവും കൂടുതലുള്ള ഇവിടം സൗത്ത് ഇവിടം വരും. പിന്നെ നോർത്തേൺ പാർട്ട് പോകുമ്പോഴത്തേക്ക് പരവൂർ, കാപ്പിൽ ആ ഏരിയയൊക്കെ വരും. അവിടെയും ഒത്തിരി ടൂറിസം ഫോക്കസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ അവിടെ നടക്കുന്നുണ്ട്. സെയിം ടൈം സൗത്തിലാണ് ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ കയാക്കിങ്, അതുപോലെ ഹൗസ് ബോട്ട്, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ കൂടുതൽ നടക്കുന്നത്. സോ സൈഡിൽ കൂടെ എനിക്ക് എൻ്റെ നാടിനെ കൂടെ മാർക്കറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഇതൊക്കെ ഡീറ്റെയിൽസൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ്. റേഡിയേറ്ററിൻ്റെ ലീക്കുമായിട്ട് ബന്ധപ്പെട്ടത് ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ എന്തായാലും മറ്റൊരു XSR വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു മൂവി റിവ്യൂ ആയിട്ടോ ഒക്കെ നമുക്ക് വീണ്ടും കാണാം. ഇനി എന്തായാലും ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അധികം വീഡിയോസ് ഉണ്ട്. കുറേ ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്യാൻ മടി പിടിച്ച് വെച്ചിരിക്കുന്നുണ്ട്, അതെല്ലാം ഇനി പണി തുടങ്ങണം. എൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ ഒന്നും അങ്ങോട്ട് പ്രോപ്പർ ആകത്തില്ല. കാരണം എനിക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് ബാലൻസ് ആക്കി കൊണ്ടുപോകാനുള്ള ഒരു പരിപാടിയാണ് നോക്കുന്നത്. സോഫാർ അത് ഒരു ബാലൻസ്ഡ് ആയിട്ടുണ്ട്. അതായത് വീക്കിലി ഒരു നല്ല ലെങ്തി വിഷ്വൽ കോണ്ടന്റ് യൂട്യൂബിൽ കൊടുക്കണം. സെയിം ടൈം കുറേ ഷോർട്സിലാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ട് എന്തായാലും ഞാൻ വളരെ ആക്റ്റീവാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഇതെൻ്റെ പഴയ ഹെൽമെറ്റാണ് LS2. ഞാൻ റോയൽ എൻഫീൽഡ് വാങ്ങിച്ച സമയത്ത് എടുത്ത ഒരു ഹെൽമെറ്റാണ് LS2. നല്ല ഹെൽമെറ്റാണ്, ഭയങ്കര കംഫർട്ടാണ്. ഇതിനകത്ത് നമുക്കൊരു മൈക്കൊക്കെ അറ്റാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിളി ക്രൂസ് ചെയ്യുകയും ചെയ്യും. സെയിം ടൈം നമുക്ക് എന്തെങ്കിലും ഒരു കോണ്ടന്റ് റിലേറ്റഡ് ആയിട്ടൊക്കെ സംസാരിക്കാനും പറ്റും. റൈഡിങ്ങിനെ ഒട്ടും ബാധിക്കത്തില്ല. നമ്മളൊരു കാറിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്ന പോലുള്ളൊരു കംഫർട്ടുണ്ട് ഈ ഒരു ഹെൽമെറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ. LS2-ൻ്റെ ആണ്, പക്ഷേ അതിൻ്റെ ഒരു സ്ട്രാപ്പ് കംപ്ലൈൻ്റ് ആണ്. അത് ഇനി മാറ്റണം, സ്ട്രാപ്പ് ചേഞ്ച് ചെയ്യണം, ഉടനെ മാറ്റണം. ഞാൻ പിന്നെ ഇതിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത് എടുത്തിട്ടതാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. കുറേ നല്ല ഓട്ടോമൊബൈൽ കോണ്ടൻറ്റ്സ് കണ്ടിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളുണ്ട്. അവരോടാണ് പറയാനുള്ളത്, അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ കൂടിയ എല്ലാവർക്കും നന്ദി പറയുന്നു. ഒത്തിരി ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റ്സ് വരും. അതൊരു കോൺവെർസേഷൻ ടൈപ്പ് ആയിരിക്കും. പിന്നെ കുറച്ച് പോഡ്കാസ്റ്റ് പരിപാടികളുണ്ട്. LS2-ൻ്റെ ഒരു കംഫർട്ട് സൂപ്പറാണ്, അടിപൊളി ഹെൽമെറ്റാണ്. ഞാനിത് വാങ്ങിച്ചതിന് ശേഷം ഇതുവരെ റിവ്യൂ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു നിയർലി 8 ഇയേഴ്സ് ആവുന്നു. റോയൽ എൻഫീൽഡ് എടുത്ത കൂട്ടത്തിൽ വാങ്ങിച്ചതാണ്, ആമസോണിൽ നിന്ന് കണ്ട് വാങ്ങിച്ചതാണ്. 4,000 സംതിങ് ഈ ഹെൽമെറ്റിന് വിലയുണ്ട്. അതിപ്പോഴും സെയിം പ്രൈസ് തന്നെ. പക്ഷേ ഈ ഒരു മോഡൽ ഇപ്പോൾ കാണാനില്ല. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു മോഡലായിരുന്നു. സോ വി റീച്ച്ഡ് ഹോം.